പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻ ഏജൻസിക്കുള്ള ധനസഹായം പുനരാരംഭിക്കുമെന്ന് അറിയിച്ച് ബ്രിട്ടനിൽ പുതുതായി തെരഞ്ഞെടുത്ത ലേബർ പാർട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റാണ് UNRWA എന്ന UN ഏജൻസിക്ക് ബ്രിട്ടൻ നൽകിവന്ന ധനസഹായം നിർത്തിവെച്ചത്. ഗസയ്ക്ക് മാനുഷിക സഹായം നൽകുന്നതിൽ UN ഏജൻസിക്ക് തികച്ചും നിഷ്പക്ഷ നിലപാടാണുള്ളത്. ഏജൻസിക്ക് ബ്രിട്ടൻ 21 ദശലക്ഷം പൗണ്ട് നൽകുമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റിൽ പറഞ്ഞു. പലസ്തീനിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, ഭക്ഷ്യവിതരണ മേഖലയിൽ 70ലേറെ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് UNRWA. ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സഹായം നൽകുമെന്ന് ഏജൻസി തനിക്ക് ഉറപ്പു നൽകിയതായി ലാമി കൂട്ടിച്ചേർത്തു. ഗസയോടുള്ള UKയുടെയും USന്റെയും വ്യത്യസ്ത നിലപാടാണ് ലാമിയുടെ തീരുമാനം വെളിപ്പെടുത്തുന്നത്. ഇതോടെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ വലയുന്ന ഫലസ്തീന് ധനസഹായം പുനഃസ്ഥാപിക്കാത്ത ഒരേയൊരു രാജ്യമായി US മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ലാമി ഇസ്രായേലും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളും സന്ദർശിച്ചിരുന്നു. അതേസമയം കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സമാധാന ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോടും ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഗസയിലെ സാധാരണക്കാർ ഭൂമിയിലെ നരകത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ പോഷകാഹാരക്കുറവ് ഇപ്പോഴും വളരെ രൂക്ഷമാണ്. അതിനാൽ അമ്മമാർക്ക് തങ്ങളുടെ കുട്ടികൾക്ക് മുലപ്പാൻ നൽകാൻ പോലും സാധിക്കുന്നില്ല. വയറിളക്ക രോഗത്തിന് നിരക്ക് സാധാരണയേക്കാൾ 40 മടങ്ങ് അധികമായി. കൂടാതെ അടുത്തിടെ അതീവ ഗുരുതരമായ പോളിയോ വൈറസും പ്രദേശത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരമൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ മാനുഷിക സഹായം ഒരു ധാർമ്മിക ആവശ്യമാണ്. UKയുടെ പിന്തുണ സാധാരണക്കാരിൽ എത്തുമെന്ന് ഉറപ്പാക്കുന്നത് ഇത്തരം സഹായ ഏജൻസികളാണ്. മറ്റൊരു ഏജൻസിക്കും ആവശ്യമായ അളവിൽ സഹായം എത്തിക്കാൻ കഴിയില്ലെന്നും ലാമി ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ ചില ഏജൻസി ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേലിന്റെ വ്യാജ ആരോപണമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ബ്രിട്ടനും US അടക്കം 16 രാജ്യങ്ങൾ UNRWAക്ക് ധനസഹായം നൽകുന്നത് നിർത്തിവെച്ചത്. എന്നാൽ ഏജൻസിക്കെതിരെ ഇസ്രായേൽ ഉന്നയിച്ച ആരോപണം കള്ളമാണെന്ന് മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഏജൻസിയെ അപകീർത്തിപ്പെടുത്താനായും ഫലസ്തീനുള്ള സഹായം തടയാനായും ഇസ്രായേൽ നടത്തുന്ന വ്യാജ പ്രചാരമാണിതെന്ന് കാതറിൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതേ തുടർന്ന് ജപ്പാൻ, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, കാനഡ എന്നിവയടക്കമുള്ള മറ്റ് രാജ്യങ്ങളും ഏജൻസിക്കുള്ള ധനസഹായം പുനരാരംഭിച്ചിരുന്നു. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ധനസഹായം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. ഒക്ടോബറിലെ ആക്രമണത്തെക്കുറിച്ച് UNന്റെ ഇന്റേണൽ ഓവർസൈറ്റ് സർവീസസിന്റെ പ്രത്യേക അന്വേഷണവും പുരോഗമിച്ചു വരുന്നുണ്ട്. ഫെബ്രുവരിയിൽ ലാമിയുടെ മുൻഗാമിയായ ഡേവിഡ് കാമറൂൺ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറുള്ള ജീവനക്കാരെ സംഘടന നിയമിക്കില്ലെന്ന് തനിക്ക് സമ്പൂർണ്ണ ഗ്യാരണ്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. ജൂലൈ 4 ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് കാമറൂണിന് പകരം ലാമിയെ വിദേശകാര്യ സെക്രട്ടറിയായി ബ്രിട്ടൻ നിയമിക്കുകയായിരുന്നു.